ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാഴ്ത്തത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരും ഈ തുടക്ക സമയത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഏകദേശം 150-ൽ പരം ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായ ചില അസ്വസ്ഥതകൾ എന്നെ അലട്ടുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇനിയും ഒത്തിരി ഗ്രാമങ്ങൾ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 50-ൽ പരം ഗ്രാമങ്ങൾ ഇനിയും സന്ദർശിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആ ഗ്രാമങ്ങൾക്കും ജനത്തിനും വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഈ മാസത്തിന്റെ ആരംഭം കണ്ട നമുക്ക് ഈ മാസത്തിന്റെ അവസാന ദിവസവും കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന എത്ര പേർക്ക് ഇന്ന് പകൽ നന്ദി പറയാൻ പറ്റും. ദൈവമേ, എന്നെ വിശ്വാസത്തിൽ നിലയുറപ്പിച്ചതിനായി സ്തോത്രം. ഈ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച, ആദ്യത്തെ ദിവസം നാം കേട്ടത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. അതിങ്ങനെയാണ്: വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്ന നസ്രയനായ യേശുവിലേക്ക് നോക്കുക. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ മെസ്സേജ്. ഇന്ന് അവസാന ദിവസത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒത്തിരി പേർ ഈ മെസ്സേജ് കേട്ടിട്ട് വിളിച്ചു പറഞ്ഞു. 1 മാസത്തിലധികമായി തുടർമാനമായി ആ വിശ്വാസത്തിന്റെ ഓരോ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആ വിശ്വാസം വർദ്ധിച്ചു വരികയായിരുന്നു. ഈ ദിവസങ്ങൾ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്: വിശ്വാസത്തിന്റെ വാക്കുകൾ എപ്പോഴും ഉച്ചരിക്കുന്നവരായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഇതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. 28-1 ഇങ്ങനെ പറയുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും അനുസരിച്ച് നടന്നാൽ നിന്നെ ഞാൻ സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കും. വിശ്വാസത്തിന്റെ ഓരോ പദങ്ങളും 28-ാം അധ്യായം 1 മുതൽ 14 വരെ നമുക്ക് കാണുവാൻ കഴിയും. ഓരോ ദിവസവും വിശ്വാസത്തിന്റെ വാക്കുകൾ നാം വിളിച്ചു പറയുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്ന് പകലിൽ ഈ അവസാനത്തെ മാസത്തിന്റെ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാണ്: അവിശ്വാസത്തിന്റെ വാക്കുകളെ ത്യജിച്ച് കളഞ്ഞിട്ട് ആരെങ്കിലൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വിളിച്ചു പറ: ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന കേട്ട് അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ദൈവത്തിന്റെ കൽപ്പനകളെയും ദൈവത്തിന്റെ പ്രമാണങ്ങളെയും ദൈവത്തിന്റെ ചട്ടങ്ങളെയും ദൈവത്തിന്റെ വചനത്തെയും അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലാണോ നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും താഴ്ച പ്രാപിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലൊക്കെ താഴ്ച അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ: പരാജയത്തിന്റെ കയ്പ് കുടിച്ച എന്നും കിടക്കുവാനല്ല ദൈവം നിന്നെയും എന്നെയും വിളിച്ചത്. ഈ ദിവസങ്ങളിൽ നിന്നെ ദൈവം കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ തല ഉയർത്തി നിർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ വിളിച്ചു പറ: ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ വാലാകത്തില്ല, ഞാൻ തലയാകും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഈ മാസത്തിന്റെ ആരംഭം കണ്ട എൻ്റെ പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ, ഈ മാസത്തിന്റെ അവസാന ദിവസവും വിളിച്ചു പറ: പുതിയ ഒരു മാസത്തിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ നാളുകൾ ഞാൻ കേട്ട അപവാദങ്ങളും പരാജയങ്ങളും വഴിദുഷികളും കുറ്റങ്ങളും കുറവുകളും ഒന്നും എൻ്റെ ജീവിതത്തെ അലട്ടത്തില്ല. ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ നിങ്ങൾ താഴ്ചയുടെ പടുകുഴിയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം: നിന്റെ ജീവിതത്തിന്റെ ഉയർച്ചകളുടെ ദിവസങ്ങളും മാസങ്ങളുമായി മാറാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഏറ്റെടുത്ത് വിളിച്ചു പറ: ഞാൻ തലയാകും, ഞാൻ വാലാകത്തില്ല, ഞാൻ തലയാകും, ഞാൻ താഴ്ച പ്രാപിക്കത്തില്ല, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. അങ്ങനെ താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ഉണ്ടാകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you.